എങ്ങനെയായിരുന്നു എൻ്റെ 2025 തുടങ്ങിയത് തന്നെ ഭയങ്കര ബോറായിട്ടായിരുന്നു. ഞാൻ ഇമോഷണലി മെന്റലി ഒക്കെ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് എൻ്റെയൊക്കെ ഊറ്റിയെടുത്തൊന്നും ബാക്കിയില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. സോ കാര്യങ്ങളോട് എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഭയങ്കര ഇമോഷണൽ ആയിട്ടായിരുന്നു പല കാര്യങ്ങളും എടുത്തിരുന്നത്. ആൻഡ് എനിക്കൊന്നും ചെയ്യാനില്ല, എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലാണ്, ഭയങ്കര ലോ നോട്ടിലാണ് ഞാൻ എൻ്റെ 2025 സ്റ്റാർട്ട് ചെയ്തത്. അത് ഇന്ന് ഡിസംബർ 31, 2025 അത് അവസാനിക്കുമ്പോഴും അതൊരു ലോ നോട്ടിൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു താഴ്ച സംഭവിച്ച, അല്ലെങ്കിൽ ഒരു വീഴ്ച, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനം സംഭവിച്ചിട്ട് തന്നെയാണ് 2025 അവസാനിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഴ്ചയെ ഞാനങ്ങ് വീണ് കിടക്കാൻ 2025 തീരുമാനിച്ചില്ല. പകരം ഐ സീക്ഡ് ഹെൽപ്പ്. എനിക്ക് വേണ്ട ഹെൽപ്പ് എന്താണോ അത് ആരുടെ നിന്ന് കിട്ടും എന്നുള്ളത് ഈ വർഷത്തിൽ ഞാനത് തേടിപ്പോയി. അങ്ങനെയാണ് എനിക്ക് വേണ്ട സൈക്കോളജിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ട്, മെന്റൽ സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നുള്ള ഡിസിഷനിലേക്ക് എത്തുകയും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ അടുത്ത് ഞാൻ കൺസൾട്ട് ചെയ്യുകയും എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുകയും എൻ്റെതായിട്ടുള്ള സിറ്റുവേഷനൊക്കെ പറഞ്ഞു കൊടുത്തു എന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2025 ആൻഡ് ഇവഞ്ച്വലി മോസ്റ്റ് ഓഫ് യു പീപ്പിൾ നോ ആ കൺസൾട്ടേഷൻ അവസാനം എത്തിച്ചേർന്നത് ഒരു ഡയഗ്നോസിസിലാണ്. ഇറ്റ്സ് ADHD. ADHD ഡയഗ്നോസിസ് കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പൊ ഞാൻ, അല്ലെങ്കിൽ 2025 തൊട്ട് മുമ്പൊക്കെ ഞാൻ ഫേസ് ചെയ്തിരുന്ന ആ ഒരു പ്രശ്നമല്ലാതെ തന്നെ 33 വർഷം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു കാരണക്കാരനെ കിട്ടി. ഒരു റീസൺ മാത്രമേ ഉള്ളൂ, സൊല്യൂഷൻസ് ആർ ഡിഫറെന്റ്. ഒരു കാരണക്കാരനെ കിട്ടി. ഈ കാരണക്കാരനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദാറ്റ്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ തന്നെ മെന്റൽ സ്റ്റേറ്റ് ഒരുപാട് മെച്ചപ്പെട്ടു. ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ എന്നെ തന്നെ ഹേർട്ട് ചെയ്യുന്നത് നിർത്തി. ലൈഫിലെ ഒരുപാട് അൺവാണ്ടഡ് എലിമെന്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് റിമൂവ് ചെയ്തു. അതോടുകൂടെ കിട്ടിയിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്, വളരെ വളരെ വലുതാണ്. അങ്ങനെ ലൈഫിലെ കുറച്ച് തീരുമാനങ്ങൾ എടുക്കണു. സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ ADHD കുറിച്ചിട്ടുള്ള അവയർനെസ് റേസ് ചെയ്യുന്നു. ബിക്കോസ് ADHD ഡയഗ്നോസിസിന് മുമ്പും ശേഷവും ജാനിഷ് എന്നുള്ള വ്യക്തി ഇസ് വെരി ഡിഫറെന്റ്. കാരണം മുമ്പായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുമായിരുന്നു. എൻ്റെ ഫെയിലിയേഴ്സിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തവണയല്ല ഒരുപാട് തവണ തോറ്റുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ചിലരൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിരിച്ചും കളിച്ചും ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ടും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാള് ഈ തോൽക്കുക ചുമ്മാ പറയുന്നില്ലേ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് തോൽവികൾ ഏറ്റിട്ടാണ് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഈ 2025 അവസാനിക്കുമ്പോഴും ഒരു തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നിൽക്കുന്നത്. ആ തോൽവികളിൽ നിന്നൊക്കെ ഞാൻ എന്നെ തന്നെ പണിഷ് ചെയ്യുന്ന പരിപാടി ഈ ADHD ഡയഗ്നോസിസിന് ശേഷം നിർത്തി. തോറ്റു കഴിഞ്ഞാൽ സ്വാഭാവികം തോൽക്കും, എനിക്ക് കഴിവില്ലാഞ്ഞിട്ടാണ് എന്നുള്ളൊരു കുറ്റബോധം തലയിൽ വെച്ച് പേര് നടക്കുന്ന ആ ഒരു പരിപാടി ഞാൻ എൻ്റെ ലൈഫിൽ നിർത്തി. അത് നിർത്തി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പല കാര്യങ്ങളിലും എനിക്ക് കുറെ സമാധാനം വന്നു. ആ സമാധാനത്തിന്റെ ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ മാത്രമാവില്ല ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നത്. ഒരുപാട് ആളുകൾ ഇതുപോലെ സ്വന്തം ലൈഫിൽ ഒരു പ്രശ്നം ഇന്നതാണെന്ന് തിരിച്ചറിയാതെ പോകുന്നുണ്ടാവാം. ഒരുപക്ഷെ ADHD ആയിരിക്കാം, അല്ലായിരിക്കാം. അപ്പൊ ADHD ഉള്ള ആളുകളാണ് ഇങ്ങനെ ഫേസ് ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾക്കെങ്കിലും ജസ്റ്റ് ഓക്കെ നൗ യു അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലംസ്, ഇന്നതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും പറ്റിയാൽ, ഒരാൾക്ക് പറ്റിയാൽ, അവരുടെ ലൈഫിൽ അവരെ സ്വയം പണിഷ് ചെയ്യുന്നത് നിർത്തിയാൽ, അവരുടെ ചുറ്റുമുള്ള ആളുകൾ അവരെങ്ങനെ അവരുടെ പരാജയങ്ങളിൽ കുറ്റപ്പെടുത്തുന്നത് നിർത്തിയാൽ അതിലൂടെ കിട്ടുന്നൊരു സമാധാനമുണ്ട് ആ വ്യക്തിക്കും ചുറ്റുമുള്ളവർക്കും. ആ സമാധാനത്തിന് വേണ്ടിയിട്ട് എൻ്റെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു.
ആ തീരുമാനമാണ് ദ റെസ്റ്റ്ലെസ് മല്ലു എന്നുള്ള ഒരു ചാനലും ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പ്രേരകമാണ്. നൗ ഇപ്പൊ ഞാൻ നിൽക്കുന്നതും അങ്ങനെ ഒരു പരാജയത്തില്ല. പക്ഷെ 2025 തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും പരാജയത്തിൽ തുടങ്ങി പരാജയത്തിൽ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ദ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഐ ഹാവ് ഇൻ മൈ ലൈഫ്. പണ്ട് പരാജയങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഞാൻ പരാജയപ്പെടാൻ പാടില്ല എന്നും, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതെന്തോ, അല്ലെങ്കിൽ തോൽവികൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും മുമ്പിൽ ഒരു മുട്ടുമടക്കലാണ് എന്നുള്ളൊരു സെൽഫ് ക്രിറ്റിസിസം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ കുറ്റബോധം, ഇതൊക്കെ തലയിൽ വെച്ചിട്ടാണ് ഞാൻ നടന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളും സംഭവിച്ചാൽ, ഫസ്റ്റ് തിങ് ഈസ് ഡോണ്ട് പണിഷ് യുവർ സെൽഫ്. ദ സെക്കൻഡ് തിങ് ഈസ് കീപ് ഇനഫ് സപ്പോർട്ട് ഇൻ യുവർ സറൗണ്ടിങ്സ്. ചുറ്റുമുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാവുന്ന തരത്തിൽ, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യണം എന്നൊന്നുമില്ല, പക്ഷെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ADHD എന്നുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളെ നമ്മൾ കുറച്ചും കൂടെ അടുത്ത് നിർത്തി, നമുക്ക് വേണ്ട ആളുകളെ കുറച്ച് അടുത്ത് നിർത്തിയാൽ നമ്മൾ ലോ ആയി പോകുന്ന, എപ്പോഴും നമ്മൾ ഹൈ ആയിരിക്കില്ലല്ലോ, നമ്മൾ വീണു പോകുന്ന നമ്മുടെ ആ സാഹചര്യത്തിൽ നിന്ന് പിടിച്ചെണീപ്പിക്കാൻ അയാൾക്ക് തൽക്കാലത്തേക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ചുറ്റുമുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ വർഷത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ കൂടെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് എലിമെന്റ്സിനെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ള പണിയും കൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ലൈഫ് ഹാസ് ബിക്കം ബെറ്റർ. ഇപ്പൊ ഞാൻ വീട് നടക്കുമ്പോഴും, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു പരാജയം സംഭവിച്ചപ്പോഴും ഐ വാസ് വിഷമമുണ്ടായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു, അൺഫോർച്ചുനേറ്റ് ആയിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ ഞാൻ അങ്ങനെ എനിക്കിപ്പോൾ ഒരു ഹെൽപ്പ് വേണം എന്ന് തോന്നിയ സമയത്ത് മൈ വൈഫ് സ്റ്റുഡ് അപ്പ്. അവൾ എണീറ്റ് എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഐ വിൽ ഗിവ് യു എ ഹാൻഡ് എന്ന് പറഞ്ഞ് അതിലൊരു എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്, അതിന് വേണ്ട കാര്യം ചെയ്തു തന്നത് എൻ്റെ വൈഫാണ്. സോ ഷീ ഡിഡ് ദാറ്റ്. ആൻഡ് എനിക്ക് സ്വയമേ ഉള്ള കോൺഫിഡൻസിന്റെ കൂടെ എൻ്റെ സറൗണ്ടിങ്സും എൻ്റെ വീഴ്ചകളിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ, വീണ് കഴിയുമ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ലെവലിലേക്ക് ലൈഫ് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. സോ ഞാനത് ആക്ച്വലി ഒരു ചെറിയ 1 minute വീഡിയോ വെക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അതിൽ നിൽക്കുന്നില്ല. സോ ദർ ആർ ലോട്ട് ഓഫ് സ്റ്റോറീസ് ടു ടെൽ. ഇനി വരാൻ പോകുന്ന 2026 ഞാൻ വീണ്ടും ബ്ലാങ്ക് ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ കോൺഫിഡൻസ് മാത്രമേ കയ്യിലുള്ളൂ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടുന്ന് തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും യാതൊരു ക്ലാരിറ്റി ഇല്ല. ആ ക്ലാരിറ്റി ഉണ്ടാക്കലാണ് 2026 ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. സോ ദാറ്റ്സ് മൈ 2025.